ചിറ്റൂർ ജില്ലയിലെ കിരീടം വയ്ക്കാത്ത രാജാവായ പുഷ്പയുടെ നാഷണൽ ഭരണമാണ് സുകുമാർ രണ്ടാം ഭാഗത്തിലൂടെ പ്രേക്ഷകർക്കായി ദൃശ്യവൽക്കരിക്കുന്നത്. ബൻവർ സിംഗ് ഷെഖാവത്തുമായുള്ള പുഷ്പയുടെ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമും പുഷ്പ 2-നെ ആവേശഭരിതമാക്കുന്നു. സിനിമയുടെ തുടക്കം ജപ്പാനിലാണ്. തുടക്കം ഇൻ്റർനാഷണൽ ആണെങ്കിലും പിന്നീട് കഥ നേരെ പോകുന്നത് ആന്ധ്രയിലെ ചിറ്റൂരിലേക്കാണ്. പുഷ്പരാജ് ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ തലവനാണ്. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പരിധികളില്ലാത്ത അധികാരമാണ് സിൻഡിക്കേറ്റിൻ്റെ തലവനായ പുഷ്പയ്ക്കുള്ളത്. എന്നാൽ ആകെ ഒരു തലവേദന ഷെഖാവത്താണ്. പുഷ്പയുടെ സാമ്രാജ്യം എങ്ങനെയും തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഷെഖാവത്തിനുള്ളത്. തൻ്റെ കൂട്ടാളികളെ ഷെഖാവത്ത് പിടികൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും അവരുടെ പെൻഷൻ അടക്കം നൽകി വിലക്കി വാങ്ങിയാണ് പുഷ്പരാജ് തൻ്റെ മാസ് കാട്ടുന്നത്. പകരത്തിന് പകരം എന്ന പോലെ ഇവർ തമ്മിലുള്ള വൈര്യമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഈഗോയെ വേദനിപ്പിക്കുന്നൊരു സംഭവം പുഷ്പരാജിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഒരു പ്രമുഖനൊപ്പം വേണമെന്ന ഭാര്യ ശ്രീവല്ലിയുടെ ആഗ്രഹം പുഷ്പരാജിനെ കൊണ്ടെത്തിക്കുന്നത് നാഷണൽ ലെവലിലാണ്. പുഷ്പ ഷെഖാവത്ത് പോരാട്ടം മാത്രമല്ല സംവിധായകൻ സുകുമാർ രണ്ടാം ഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പുഷ്പരാജ് എന്ന വ്യക്തിയുടെ കുടുംബജീവിതവും മേൽവിലാസവുമൊക്കെ കഥയുടെ വൈകാരിക ഭാഗങ്ങളാണ്. പ്രേക്ഷകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിർത്തുന്ന രണ്ടാം പകുതി ഈ ഘട്ടത്തിലും മുഷിപ്പ് തോന്നാത്ത വിധത്തിലുള്ള കഥ പറച്ചിൽ, തീപ്പൊരി പോലെ ആളിപ്പടരുന്ന അല്ലു അർജുൻ്റെ സ്വാഗ്, ഷെഖാവത്തായി ഭഗതിൻ്റെ പകർന്നാട്ടം ഇതെല്ലാം ചിത്രത്തെ ഉയർന്ന നിലവാരത്തിലെത്തിക്കുന്നു. ആദ്യ ഭാഗം പോലെ തന്നെ രോമാഞ്ചം നൽകുന്ന നിമിഷങ്ങൾ ഇഷ്ടം പോലെ രണ്ടാം ഭാഗത്തിലുമുണ്ട്. എന്നാൽ തിരക്കഥയിൽ കാര്യമായി ശ്രദ്ധ കൊടുക്കാൻ സുകുമാറിന് കഴിഞ്ഞിട്ടില്ലെന്നത് പോരായ്മയാണ്. ഒരിക്കലും താഴ്ത്തില്ലടാ എന്ന് വീറോടെ പറയുന്ന പുഷ്പ തൻ്റെ തല താഴ്ത്തുന്നത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പേരിലാണ്. സ്വന്തം ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പേരിനെ തന്നെ ബ്രാൻഡാക്കി മാറ്റിയ പുഷ്പയുടെ ജീവിതത്തിലെ ക്ലൈമാക്സ് എന്താണെന്ന് ഈ ഭാഗത്തിലൂടെ കാണാം. അല്ലു അർജുൻ്റെ ഒറ്റയാൾ പ്രകടനം തന്നെയാണ് രണ്ടാം ഭാഗത്തിൻ്റെയും കരുത്ത്. രശ്മികയ്ക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിലും ഭഗതിനൊപ്പമുള്ള പോലീസ് സ്റ്റേഷൻ സീനുകളിലുമൊക്കെ കൈയടിപ്പിക്കുന്ന പ്രകടനമാണ് അല്ലു അർജുൻ കാഴ്ചവെക്കുന്നത്. കാളി ദേവിക്ക് മുന്നിൽ വെച്ചുള്ള തിരുപ്പതി ഗംഗമ്മ ഫൈറ്റ് സീക്വൻസ് അതിഗംഭീരമാണ്. ശ്രീവല്ലിയായി എത്തുന്ന രശ്മിക മന്ദാനയ്ക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് നൽകിയിട്ടുണ്ട്. ചില സീനുകൾ അല്പം ക്രിഞ്ചാണെങ്കിലും കൂടുതൽ വെറുപ്പിച്ചിട്ടില്ല. ബൻവർ സിംഗ് ഷെഖാവത്തായെത്തുന്ന മലയാളികളുടെ സ്വന്തം ഭഗത് ഫാസിലാണ് പുഷ്പ 2-ൻ്റെ മറ്റൊരു പ്രത്യേകത. തുടക്കം മുതൽ അവസാനം വരെ ഷെഖാവത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ്. നായകനൊപ്പം കട്ടയ്ക്ക് പൊരുതുന്ന വില്ലൻ. തെലുങ്ക് സിനിമകളിൽ നായകന് മുന്നിൽ പെട്ടെന്ന് തന്നെ മുട്ടുമടക്കുന്ന ക്ലീഷേ വില്ലന്മാരിൽ നിന്നും ഷെഖാവത്തിനെ വ്യത്യസ്തനാക്കുന്നതും ഭഗതിൻ്റെ പ്രകടന വൈഭവം തന്നെയാണ്. പുഷ്പയുടെ വലങ്കൈയായ കേശവയായി എത്തുന്ന ജഗദീപ് പ്രതാപ്, ഭൂമി റെഡ്ഡിയുടെ വേഷം ചെയ്ത റാവു രമേശ്, സുനിൽ, മംഗലം ശ്രീനു, അനസൂയ ഭരദ്വാജ്, ജഗപതി ബാബു, അജയ്, താരക്, പൊന്നപ്പ, ആദിത്യ മേനോൻ, ആനിമൽ ഫെയിം സൗരവ് സച്ദേവ, ആടുകുളം നരേൻ, ബ്രഹ്മജി എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ. അല്ലു അർജുന് മലയാളം ഡബ്ബിംഗ് ചെയ്യുന്ന ജിസ് ജോയിയുടെ പ്രയത്നവും അഭിനന്ദനാർഹമാണ്. ഏച്ചുകെട്ടലുകളില്ലാതെ ലളിതമായ ഭാഷയിലാണ് സിനിമയുടെ മലയാളം ഡബ്ബിംഗ് നിർവഹിച്ചിരിക്കുന്നത്. വലിയ ക്യാൻവാസിൽ കൈയടക്കത്തോടെയുള്ള ആക്ഷൻ കോറിയോഗ്രാഫി, ദേവി ശ്രീപ്രസാദിൻ്റെ ഗാനങ്ങൾ, സാമസിൻ്റെ പശ്ചാത്തല സംഗീതം ഇവയെല്ലാം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കും. 3 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നവീൻ നൂലിയാണ്. സൗണ്ട് വിഭാഗം കൈകാര്യം ചെയ്ത റസൂൽ പൂക്കുട്ടി, MR രാജകൃഷ്ണൻ, വിജയകുമാർ എന്നിവരുടെ വർക്കും സിനിമയുടെ മികവിനൊരു കാരണമാണ്. പുഷ്പ ദ റൈസ് 2021 പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു. ആ വിജയം ഇരട്ടിയായി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പ 2 ദ റൂൾ അണിയറക്കാർ ഒരുക്കിയിരിക്കുന്നത്. ചില പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ തിയേറ്ററിൽ ഫയർ ആക്കാൻ വേണ്ട എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട് താനും.